നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. കച്ചവടം എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലേക്ക് വന്നവർ പിന്നീട് ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറി. പിന്നീട് അങ്ങോട്ട് വിദേശ ശക്തികളുടെ അധിനിവേശത്തിന്റെ നൂറ്റാണ്ടുകളിൽ ആഴ്ന്നു കിടന്നിരുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പല ജാതികളും മതങ്ങളും ഭാഷകളുമായി ചിതറിക്കിടന്നിരുന്ന മനുഷ്യരെയെല്ലാം ഒന്നിച്ചു നിർത്തിയ ഒരേയൊരാശയം, അതായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഗാന്ധിജിയും നെഹ്റുവും അടക്കമുള്ള അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ജനത ഒരുമയോടെ പൊരുതി നേടിയ ജയമാണ് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. സ്വാതന്ത്ര്യം നേടി ദശകങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചമുണ്ടെങ്കിൽ അതിർത്തിയിൽ രാജ്യം കാക്കുന്ന ജവാനെ പോലെ നാമും ഓരോ മേഖലകളിലും രാജ്യത്തിന്റെ കാവലാളാകണം. ഒരു രാജ്യത്തിന്റെ സംസ്കാരം പ്രകാശിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലുമാണ്. അതെ, സ്വാതന്ത്ര്യം എന്നത് വെറുമൊരാഘോഷം മാത്രമല്ല, മറിച്ച് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. രാജ്യത്തിന്റെ വികസനത്തിനായി അണിനിരക്കുക, മതേതരത്വവും പരസ്പര ബഹുമാനവും നിലനിർത്തുക, സാഹോദര്യവും ഐക്യവും സൂക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ഇവയെല്ലാം ഒരു നല്ല ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതെ, രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കരങ്ങളിലാണ്. ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അപ്പുറത്തുള്ള ജനാധിപത്യ ബോധവും സ്വാതന്ത്ര്യ വാഞ്ചയും എല്ലാവരിലേക്കും എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നല്ലൊരു നാളേക്കായി, ശക്തവും സമൃദ്ധവുമായ ഒരു ഭാരത നിർമ്മിതിക്കായി നമുക്കേവർക്കും ഒരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.